ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ യാത്രയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെരുപ്പാണത്. ചെരുപ്പല്ലൊരു ഷൂ ആണ്. അത് നല്ല ഒരു ഹാഫ് ഷൂ ആണ്. അതിനകത്തൊരു കൊലുസിൻ്റെ ഡിസൈനാണ്, മുത്തുമൊക്കെ ഉണ്ട്. നല്ലൊരു, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷൂ, ഹാഫ് ഷൂ ആയിട്ട് തന്നെയുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ബ്രെഡ് ടോസ്റ്റാണ് കഴിച്ചത്. സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചായിരുന്നു. നല്ല നല്ല സൂപ്പറായിട്ടായിരുന്നു. ഞാൻ പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനധികം നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാറില്ല. കാരണം എനിക്ക് വയറിന് ഒട്ടും അവിടുത്തെ മസ്റ്റേർഡ് ഓയിലൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ തരത്തിലുള്ള ഫുഡാണ് മിക്കവാറുമൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കഴിച്ചതും. നല്ല കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ കല്യാണ ഫോട്ടോയാണിത്. ഇത് എൻ്റെ അനിയത്തിയും അമ്മയുമാണ്. അവരുടെ കല്യാണത്തിനുള്ളതാണ് ആ ഫോട്ടോ. അന്നും ഈ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ അച്ഛനാണ്. 35 വർഷം മുന്നേ ആയിരുന്നു കല്യാണം. പിന്നെ പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസവും ഞങ്ങൾ ഇതുപോലെ, ഞാനും അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടി മെട്രോയിൽ ഞങ്ങൾ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ, അത് അവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ ഈ എല്ലായിടത്തും ഈ മെട്രോയിൽ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, റോഡിൽ ഭയങ്കര ബ്ലോക്കും പൊടിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കേരളത്തിലുള്ളതിനെ കഴിഞ്ഞൊക്കെ ഒത്തിരി ട്രാഫിക് ബ്ലോക്കാണ് അവിടെയൊക്കെ. അപ്പം അത് ഒരു സമയത്തിന് എത്തത്തില്ല. അത് കാരണമാണ് മിക്കവാറും എല്ലായിടത്തും ഈ മെട്രോയിൽ തന്നെ പോയത്. അതാകുമ്പോൾ നമുക്കൊരു റിസ്ക്കും ടെൻഷനും ഒന്നും വേണ്ട, കയറിയിരുന്നാൽ മാത്രം മതി. ഇതാണ് ആ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ. അത് നല്ലൊരു ടെമ്പിളാണ്. മലയാളികളാണ് അവിടുത്തെ തിരുമേനിയും അവിടുത്തെ ആൾക്കാരും എല്ലാവരും മലയാളികളാണ്. പിന്നെ ഞങ്ങൾ ഒരു ദിവസമാണ് പോയത്. വ്യാഴാഴ്ചയാണ് അവിടെ ഏറ്റവും നല്ല തിരക്കും ഒത്തിരി ആൾക്കാരും ഒക്കെ വരുന്നത്. ഒരു വ്യാഴാഴ്ചയാണ്. മലയാളികളുടെ പല കല്യാണങ്ങളും അവിടെ വെച്ച് നടക്കാറുണ്ടെന്നാണ് അനിയത്തിയൊക്കെ പറഞ്ഞത്. ഇത് വലിയൊരു അമ്പലമാണ്, നല്ല ഏരിയ ഉള്ള ഒരു അമ്പലം തന്നെയാണ്. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. അവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ അവിടേക്കൊന്ന് തെന്നുന്നുണ്ടായിരുന്നു. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പോകുന്നവർ മഴ സമയമാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഞാൻ ഉൾപ്പെടെ ഒന്ന് തെന്നി കേട്ടോ, അതാ പറഞ്ഞത്. ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് വന്നത്. നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ അമ്പലത്തിൻ്റെ ഭാഗം. കണ്ടാൽ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന പോലെ തോന്നത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് യാത്രയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ശരവണ ഭവനിൽ പോയി. ഞാൻ വീണ്ടും എൻ്റെ ദോശയിലോട്ട് തന്നെ കടന്നു. ദോശയും മിനി ഇഡലി, പൊങ്കൽ, ഊത്തപ്പം അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്. ഞാൻ ദോശ തന്നെയാണ് കഴിച്ചത്. നല്ല കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. പിറ്റേ ദിവസം ഞാനും അനിയത്തിയും അവളുടെ ഒരു ചിട്ടിപ്പരിപാടി ഉണ്ടായിരുന്നു. കിട്ടി പാർട്ടി എന്നാണ് പറയാറ്. അത് അവളുടെ ഒരു 10 ഫ്രണ്ട്സും ഒക്കെയാണ്. നല്ല ഒരു കൂട്ടാണ് അത്. എന്നെ കൂടെ കൊണ്ടുപോയി ആ ചിട്ടി പരിപാടിക്ക്. അവിടെയും ഇതുപോലെ പലതരത്തിലുള്ള അവിടുത്തെ സ്നാക്സുകളാണ്, അവിടുത്തെ മസാല ഇട്ടിട്ടുള്ള സ്നാക്സൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അതും ഒന്നും കഴിച്ചില്ല. ഞാൻ സൂപ്പാണ് കഴിച്ചത്. പിന്നെ സ്നാക്സ് വലിയ തെറ്റില്ലായിരുന്നു തോന്നുന്നു. ഒറ്റ പീസൊക്കെ ഞാൻ കഴിച്ച് നോക്കി, കുഴപ്പമില്ല. പിന്നെ കൂടുതലും ഞാൻ കഴിക്കാത്തത് വയറിന് പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കഴിക്കാതിരുന്നത്. വൈകിട്ടായപ്പോൾ അനിയത്തിയുടെ മൂത്ത മകൻ വേറെ ഫ്ലാറ്റിലാണ്. അപ്പോൾ അവരുമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു. വെളിയിലൊക്കെ പോയി നല്ലതായിരുന്നു. അന്ന് ഞാൻ അവരുടെ ഫ്ലാറ്റിലാണ് അവർ നിന്നത്. പിറ്റേ ദിവസം രാവിലെ 8:10 എനിക്ക് ഫ്ലൈറ്റ്. അമ്മോനെ എന്നെ രാവിലെ 6 മണിക്ക് തന്നെ കൊണ്ട് എയർപോർട്ടിൽ വിട്ടു. ഞാൻ ട്രിപ്പ് സെക്യൂർ എടുത്തിട്ടുണ്ടായിരുന്നു, ഇൻഡിഗോയ്ക്കും വിസ്താരയ്ക്കും. ഇൻഡിഗോ എന്നെ ഒത്തിരി സഹായിച്ചു, ഫ്ലൈറ്റ് മാറി കയറേണ്ടതൊക്കെ കാരണം അവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വിസ്താരയ്ക്ക് ഒരു 5 മണിക്ക് മുന്നേ അവിടെ എത്തണമായിരുന്നു എയർപോർട്ടിൽ. അത് പറ്റാത്തത് കാരണം ഞാൻ വിസ്താരയുടെ ട്രിപ്പ് സെക്യൂറിന് പൈസ അടച്ചത് ഒട്ടും പ്രയോജനം ചെയ്തില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തി. കറക്റ്റായിട്ട് ഫ്ലൈറ്റിൽ കയറി ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് നാട്ടിലെത്തി. എന്നാലും
ട്രിപ്പ് സെക്യൂർ എടുത്തതിൽ എനിക്കൊരു വലിയ പ്രയോജനം തോന്നിയില്ല. പിന്നെ ഫ്ലൈറ്റിലും ഫുഡുണ്ടായിരുന്നു. ചെറിയ ഉപ്പുമാവും ബണ്ണും ബട്ടറും ഒരു കോഫിയും ആയിരുന്നു. അതെല്ലാം നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. 2 ഇൻഡിഗോയുടെയും വിസ്താരയുടെയും ഫ്ലൈറ്റിലുള്ളത്. ഞാൻ ബ്ലാക്ക് കോഫിയാണ് കുടിച്ചത്. തിരിച്ച് വീണ്ടും ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് വന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മോളുടെ വീട്ടിൽ പോയിട്ട് അതുവഴി പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ചങ്ങനാശ്ശേരി, അതായത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട്. ഞങ്ങൾ തിരിച്ച് രാവിലെ തന്നെ മോളുടെ വീട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങിയാൽ 8:30 ചങ്ങനാശ്ശേരി എത്തും. 3 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഹസ്ബൻഡ് തന്നെയാണ് ഓടിക്കുന്നത്. നല്ല യാത്രയാണ്. രാവിലെ ആകുമ്പോൾ ഒരു കുറച്ച് ട്രാഫിക്ക് ചില സ്ഥലങ്ങളിൽ വരുമെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. വീണ്ടും